അവന്റെ താവളം എവിടെയാണെങ്കിലും നീ ഉടനടി കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് വേണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. മോളെ, നിന്റെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് പാട്ടഭൂമി ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൽ ഒപ്പിട്ട് തരാൻ പണിക്കരുതേയും പറഞ്ഞത്. ചേട്ടനോട് ചോദിക്കാതെ ഞാൻ ഒപ്പിടില്ല. മര്യാദയ്ക്ക് പറയുന്ന കേൾക്ക്, ഇല്ലെങ്കിൽ നിന്റെ ഓരോ വിരലുകളും വെട്ടി വിടും. ഇതിൽ ഒപ്പിടാൻ എനിക്ക് മനസ്സില്ല. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ കുന്നുകളെ. പറയുന്ന അനുസരിപ്പിക്കാൻ തന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. പാട്ടഭൂമി നീ ഒഴിപ്പിക്കുമല്ലടാ? പണിക്കരങ്ങത് ഭൂമി ഒഴിപ്പിക്കും. കൃഷിക്കാരോട് മത്സരിക്കാൻ ഒരു പണിക്കർ ഇവിടെ മാത്രമല്ല എവിടെയും വളർന്നിട്ടില്ലടാ. വാസു, സംസാരിച്ച് കാര്യം കുഴക്കണ്ട. നിന്നെ ഒന്നുമല്ലടാ എനിക്ക് ആവശ്യം. എനിക്ക് വേണ്ടത് പണിക്കരെയാണ്. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. സുശി എന്തിനാ അവന്മാർ വിളിച്ചപ്പോ വന്നത്? ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഇയാൾ എന്നെ വിളിച്ചോണ്ട് വന്നത്. അതൊരു ഓർമ്മ പശു പറ്റി ആള് മാറി വിളിച്ചതാ. ഇനി ഇത് ആവർത്തിച്ചാൽ രണ്ടിന്റെ എല്ല് ഞാൻ ചവിട്ടി ഓടിക്കും. ഞങ്ങളുടെ കൃഷിഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മംഗലത്ത് പണിക്കരെ വെട്ടി നുറുക്കി വയലിൽ തന്നെ ഇടുമെന്ന് പറഞ്ഞേക്കടാ. ശശി. അയ്യോ വാസു, ഇനി അവൻ വരുമോ? എന്നെ കാണാൻ വരുന്നത് നിനക്ക് കുറച്ചിലായിരിക്കും. ഓ, ഞാൻ വരുന്നത് ജയിലിൽ നിന്നാണല്ലോ. അതുകൊണ്ടല്ലടാ ഞാൻ വരാതിരുന്നത്. പിന്നെ എന്നെ കാണാൻ ഒരു പട്ടിയും വരണ്ടടാ. ഞാനും എന്റെ പെങ്ങളും നിന്റെ അച്ഛന്റെ വണ്ടിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടാണ് അന്ന് ഇവിടെ എത്തിയത്. നിന്റെ അച്ഛൻ ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവമായി. അതുകൊണ്ട് മാത്രമാണടാ ഞാനിവിടെ തിരിച്ചു വീണ്ടും വന്നത്. അണ്ണം വേണ്ടാത്ത വിധത്തിലൊക്കെ ചിന്തിക്കുന്നത്. അവൾക്ക് സുഖം തന്നെയല്ലേ? നീ കൂടെ കൂടെ ഹോസ്റ്റലിൽ പോകാറില്ലേ? അല്ലടാ, ഈ ജയിലിൽ അടിയടിയോ വല്ലതും ഉണ്ടോ? ഏയ്, സപ്രമഞ്ചക്കെട്ടിൽ കിടത്തി പനിനീരിൽ മുക്കിയ വെഞ്ചാമരം കൊണ്ട് ഇങ്ങനെ വീശുകയല്ലേ. നീ വേഗം ഒരുങ്ങ്. അവളോട് ഞാൻ ജയിലിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും പറഞ്ഞത് ഈ ജയിലിൽ നടന്നു കയറുന്നവൻ ഇഴഞ്ഞേ ഇറങ്ങി വരുള്ളൂ. അണ്ണനെ കണ്ടിട്ടൊക്കെ തോന്നുന്നില്ല. ഞാൻ എന്റെ പെങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അവളെ ഉടനെ കാണണം. അണ്ണൻ എന്നെ എന്താടാ കാര്യം പറയൂ. പെങ്ങളുട്ടി പെങ്ങളുട്ടിയെ കാണാനില്ല. ഇതിനോട് അവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയത്. അവൾ എവിടെ പോയി? അവൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ആർക്കൊരു വിവരമില്ല. കൊച്ചുനാളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയപ്പോഴും കടത്തിനുകളിൽ കിടന്നുറങ്ങിയപ്പോഴും അവളെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അവളെ നിന്നെ ഞാൻ ഏൽപ്പിച്ചത് തെറ്റായിപ്പോയി. എനിക്ക് ഈ ലോകത്തുള്ള ഒരേ ഒരു ബന്ധു അവളായിരുന്നു. അവൾക്ക് ഞാൻ. അണ്ണാ, അതെന്റെ തെറ്റല്ല. എല്ലാ ദിവസവും ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. ഈ ലോകത്ത് അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ആരായാലും അവനെ ഞാൻ അരിഞ്ഞ് തെരുവിലെറിയും. ആ പുരയും പുരയിടവും ഇനി നിനക്കുള്ളതാണ്. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്താടാ ശേഖരൻ കുഞ്ഞിനെ തിരക്കി ഒരു പെണ്ണ് കൈക്കുഞ്ഞുമായി അവിടെ വന്നിരിക്കുന്നു. എന്താടാ നീ പറയുന്നത്? ഞാൻ പറയുന്ന സത്യമാണേ. നിനക്ക് തലയ്ക്ക് കിട്ടു തുടങ്ങിയിട്ടുണ്ടോ? എന്റെ തലയ്ക്ക് കിറുക്കാണെങ്കിലും പെണ്ണ് മംഗലത്ത് തന്നെ ഉണ്ട്. എന്താ? അവളവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. അത്രയ്ക്ക് അഹങ്കാരമോ അവൾക്ക്? എടാ, മംഗല തറവാട്ടിലെ ആണുങ്ങൾക്ക് നാട്ടിൽ പല ബന്ധങ്ങളും കാണും. അതുകൊണ്ട് ആരും ബലമായി കയറി താമസിക്കാമെന്ന് കരുതണ്ട. നീ മംഗലത്തിൽ നിന്ന് ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ എവിടെ? അങ്ങൊന്ന് മുറിയിലുണ്ട്. എന്തായി, കഴിഞ്ഞില്ലേ? ഇതേ പഴം തൊലി കളഞ്ഞ് തിന്നുന്ന പോലല്ല. ഇതിനകത്ത് കാറിന്റേതായ യാതൊന്നുമില്ല.
വേറൊരു കാറ് കൊണ്ടുവന്നാൽ അതിനകത്തുള്ളതെടുത്ത് ഇതിനകത്ത് വെച്ച് ഞങ്ങൾ ഒരു പരുവത്തിലാക്കി തരാം അല്ലേ? നല്ലത്. അല്ല ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാ. അണ്ണാ നമുക്കൊരു ജാക്കി സംഘടിപ്പിക്കാതെ ഒരു രക്ഷയില്ല. പൊക്കി പൊക്കി അവസാനം പൊങ്ങാതാകുമെന്ന് തോന്നുന്നേ. അണ്ണനെങ്ങോട്ടാ? ഞാനിപ്പോ വരട്ടെ. ആരായിരുന്നു അണ്ണാത്? ആ റാസ്കൽസ് തന്നെ. അവരായിരുന്നു എന്നെ ജയിലിൽ അയച്ചത്. അന്ന് ആ സ്ത്രീയെ കൊല ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടത് ഇവരായിരുന്നു. ഏതോ ഒരു കുറിപ്പിന് വേണ്ടിയാണ് അത്ര അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവന്മാർ അണ്ണനെ തിരക്കി നടക്കായിരിക്കും. ആ അവന്മാർ എന്തെങ്കിലും എന്റെ കൈ വന്ന് വീഴും. അപ്പോ നമുക്കൊരു വിദ്യ ചെയ്യാം. നമ്മുടെ ഷെഡിന്റെ മുമ്പിൽ അണ്ണന്റെ ഒരു ഫോട്ടോ വലുതാക്കി ഫ്ലെയിം ചെയ്ത് വെച്ചാൽ എന്താ? എങ്ങനെയുണ്ട് ഐഡിയ? എന്നാ വേറെ എനിക്ക് കേൾക്കണ്ട. നീ ഒന്ന് പൊക്കി 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 അവസാനം ഞാനൊരു ജാക്കി ആകുമോ ദൈവമേ? അതൊരു പാവം പെണ്ണ, ബന്ധുക്കളായിട്ട് ആരുമില്ല. ഞാനാ അവളോട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ചേച്ചി ഒരു ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിച്ചു. അവനെ തിരക്കി വന്നവളാണ്. അയ്യോ, അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. അവന്റെ അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു അറിയാമല്ലോ. പക്ഷെ അന്നൊന്നും ആരും വീട് തേടി വന്നിട്ടില്ല. ഇപ്പൊ അതുകൊണ്ടായി. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. നിർബന്ധമാണെങ്കിൽ നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. അവൻ നന്നാവുമോ എന്ന് എനിക്കൊന്നറിയണം. ഇവിടെ ഒരുത്തി ആർക്കും കൊടുക്കാതെ നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ മകനെ പിടിച്ചൊന്ന് കൊണ്ടുപോഷിക്കും. ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. കേശവ, എന്തോ കേശവ, എന്തോ അവൾ ഏതാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു വെക്കണം. ഓ, അന്വേഷിച്ചേക്കാം. ഹായ് എവിടെ ചേച്ചി? ചെവിച്ചേട്ടൻ സ്ഥലത്തില്ല. ഞാൻ നിന്നെ കാണാനാ വന്നത്, ചേട്ടനെ അല്ല. ചേട്ടനെ കാണാത്തതുകൊണ്ട് തിരക്ക് വന്നാണെന്ന് പറയാൻ എന്താ ഇത്ര മടി? ഈ പെണ്ണിനൊരു നാണവുമില്ല. രവിച്ചേട്ടൻ വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. എന്തു പറയും? നിന്നെ വേഗം ഇവിടെ നിന്ന് പറഞ്ഞു വിടണോന്ന്. അങ്ങനെ ഞാൻ പോവില്ല. എന്റെ ചേട്ടന്റെ കാര്യം നോക്കാൻ രമണി ചേച്ചി ഇവിടെ കൊണ്ടുവന്നിട്ടേ ഞാൻ പോകും. രമണി ചേച്ചി വേഗം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഇന്ന് ചേട്ടനോട് പറയും. കൂടി പെണ്ണെ. എന്താ രണ്ടുപേരും കൂടി വഴക്ക്? ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോ ഇവരെ രമണി ചേച്ചിയോട് പറയണം. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കുമെന്ന് രമണി ചേച്ചിക്ക് നല്ലോണം അറിയാൻ വേണ്ടി. കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു. ചേട്ടാ, ഈ രമണി ചേച്ചി വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്താണ് രമണിക്കുഞ്ഞ് പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടുന്ന് പാലത്തിന്റെ പണി ആരംഭിക്കുക. സാറിനാണ് ചാർജ് എന്നറിഞ്ഞു. എന്താണിത്? പാലത്തിന്റെ പണി. ഓ, ഇങ്ങനെയാണ് ആരംഭിക്കുന്നതല്ലേ? പക്ഷേ
ഈ പണി എനിക്ക് പരിചയമില്ലല്ലോ മിസ്റ്റർ ചാക്കോ. ഇതൊക്കെയാണ് ഇതിന്റെ ചില രീതികൾ. ഈ രീതി നമുക്കൊന്ന് മാറ്റിയാൽ എന്താ? അല്പസ്വല്പം വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതിലൊരു ഭാഗം അത് കൈകാര്യം ചെയ്തവർക്ക് കൊടുക്കുന്നു. ആ വിട്ടുവീഴ്ചയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അല്ല, അത് കുറെ കഴിയുമ്പോ പാലം തകർന്നു വീഴുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പാലങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നത്. അതൊന്നും അത്ര പെട്ടെന്ന് തകർന്നു വീഴുന്നില്ലല്ലോ. എന്തായാലും ഉദ്ദേശിക്കുന്ന കാലം നിലനിൽക്കുകയില്ലല്ലോ. രാജ്യത്തിന്റെ പണം കുറെ പേർ ചേർന്ന് പങ്കുവയ്ക്കുക, അതല്ലേ അതിന്റെ അർത്ഥം. ഇതെടുക്കണം മിസ്റ്റർ ചാക്കോ. ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പമല്ലേ. മുൻപുള്ളവർ ചെയ്ത തെറ്റുകൾ അതേപടി ആവർത്തിക്കണമെന്നുണ്ടോ? ഈ തലമുറയെങ്കിലും രാജ്യസ്നേഹികളായിരിക്കട്ടെ. ഞാൻ ആരെയും ഉപദേശിക്കാനോ നന്നാക്കാനോ വരുന്നില്ല. പക്ഷെ എന്റെ ജോലി കൃത്യമായും ചെയ്യാനുള്ള അവകാശം ഞാൻ ആർക്കും തീർന്നു കൊടുക്കില്ല. നൗ യു മേ പ്ലീസ് ഗോ. ചേച്ചി അവനോട് ഈ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞതാ? അമ്മനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാൻ സാധ്യമല്ല. കാരണം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മംഗല തറവാട്ടിലെ സ്വത്ത് കണ്ട് തേവിടിച്ചെടുത്ത് തിന്നാനുള്ളതല്ല. അമ്മ, ശേഖര, ദയവ് ഇത് നീ ഒന്നും മിണ്ടാതിരിക്കും. എന്റെ അനന്തരവൻ ഞാൻ പറഞ്ഞ് അനുസരിക്കണം. അവളെയും കുട്ടി ഇന്നെ ഇറക്കി വിട്ടേക്കണം. അത് മാത്രം സാധ്യമല്ല. ശേഖര, എടാ, എന്റെ മുഖത്ത് നോക്കി ഈ നാട്ടിൽ ആരും പിന്നെ അവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ചേച്ചി, ഇവന്റെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അനന്തരവനില്ലെന്ന് ഞാൻ കരുതേണ്ടി വരും. എന്റെ ഗുരുവായൂരപ്പ, അവൾ ഒരുത്തിയായി കുഴപ്പത്തിനൊക്കെ കാരണക്കാരി. അവൾ എന്ത് ചെയ്യുന്ന അമ്മ പറയുന്നത്? എടാ, നീ അവളെ ഇവിടെ വിളിച്ചോണ്ട് വന്നതുകൊണ്ടല്ലയോ പോകുന്ന കുട്ടിക്ക് നിന്നോട് ഇത്ര വലിയ ദേഷ്യം? കാര്യമില്ലാതെ ആര് കോപിച്ചാലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് ശേഖര. അമ്മയ്ക്കൊന്നും വിശ്വാസമില്ലല്ലേ? ഞാൻ പോന്നു അമ്മേ. അമ്മണി എങ്ങോട്ട് പോന്നു? അമ്മയുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല മാർഗത്തിന് ഒരു തടസ്സമാവില്ല. ഞങ്ങൾ അങ്ങനെ ധരിച്ചിട്ടില്ല അമ്മണി. ഒരു രാത്രി തങ്ങാൻ മാത്രം ഒരിടം തേടി വന്നവളാണ് ഞാൻ. ഇതുവരെ ഇത്രയും സമാധാനമായി ഞാൻ എവിടെയും കഴിഞ്ഞിട്ടില്ല. അമ്മയോടും ശേഖരേട്ടനോടും എനിക്ക് തീരാത്ത സ്നേഹവും ബഹുമാനവും ഉണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയെങ്കിലും ഞാൻ പോയിക്കൊള്ളട്ടെ. അമ്മണി എങ്ങും പോകുന്നില്ല. അങ്ങനെ ഒരു വില കൊടുത്ത് അമ്മാവന്റെ മുമ്പിൽ തല കുടിച്ചിട്ട് ഈ കുടുംബത്തിന് ഒരു നേട്ടവും വേണ്ട. അമ്മണി, കുഞ്ഞിനകത്തെ കൊണ്ടോ. ഞാനാ പറയുന്നത്. എടാ, സോപ്പിടാതെ നിന്ന് വേഗം പണി എടുക്കടേ. അണ്ണം വന്ന തല്ലുള്ളൂ കേട്ടാ. പിന്നെ നോണ മാരി അതെ. ഇതിന് കുറച്ച് കാറ്റെടുത്ത് തരാമോ? എന്തോന്ന്? കാറ്റ്. കാറ്റോ? ഇതിലൊന്നും അടിച്ചു തരാമോ? അത് നിസ്സാര കാര്യമില്ല, അത് ഞാൻ ഏറ്റു. അല്ല, ഈ സൈക്കിൾ ഓടിക്കുന്ന നേരം കൊണ്ട് വല്ല കാറോ മോട്ടോർ സൈക്കിൾ ഓടിച്ചൂടെ? അയ്യോ, അച്ഛനറിഞ്ഞ കുന്നുകളെയും. അതെയോ? ഈ സൈക്കിൾ ഓടിക്കുന്നത് നിസ്സാര കാര്യമാണെന്നാണ് അച്ഛന്റെ വിചാരം, അല്ലേടാ? അല്ല, ഈ ബാറുള്ള സൈക്കിൾ കിട്ടിയ അതിന്റെ മുകളിൽ എങ്ങനെ കേറും? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അയ്യോ, കാറാകുമ്പോ ഇതേ കയറി ഇരിക്കുക, മറ്റേ കയറി പിടിക്കുക, അതേ കയറി ചവിട്ടുക, പോയിക്കൊണ്ടിരിക്കും. എന്നാൽ എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? പിന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങ് ഏൽക്കും. ഞാൻ ഏറ്റാൽ ഏറ്റു തന്നെ. പിന്നെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നതിലെ ഗ്യാരണ്ടി ഉള്ളൂ. ആണെന്നെ പഠിപ്പിക്കാറില്ലേ? അതെങ്ങനെയാ? അവന്മാര് 2ാം ദിവസം പോലെ ആശാനെ പഠിപ്പിക്കാൻ തുടങ്ങും. പെണ്ണുങ്ങളാവുമ്പോ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നാലും അതൊരു രസമാടേ. എന്നാൽ ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? അയ്യോ, ഇപ്പൊ വേണ്ട, ഇതിന്റെ ബ്രേക്ക് പൊട്ടിക്കിടക്കുക. നാളെ തുടങ്ങാം. നാളെ കൃത്യം 10 മണിക്ക് ഇഞ്ഞ് പോരെ. പിന്നെ വേഷം ഇത്രയൊന്നും വേണ്ട, തുണിയിൽ അഴുക്കാവും. എവിടെയാ താമസം? ഹോട്ടൽ ചേട്ടി. അതെവിടെയാ? നിന്റെ തന്തയുടെ നിലയിൽ കൂടാ. അപ്പൊ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലേ? അവിടെ എനിക്ക് ജോലി. വരുമോ? ആശാനെ കൂട്ടി വന്നാൽ ഏറ്റു ഡാൻസ് കാണാം. അണ്ണനറിയോ? വരുമോ? വരാം. ഇത് ചെറിയ അറിയരുത്. ആ പെണ്ണിനെയും കുട്ടിയെയും ഉടനെ അവിടെ നിന്ന് മാറ്റണം. അത് ഞാനേറ്റു. എനിക്ക്
രമണിയുടെ വിവാഹം നടത്തണം. ഇല്ലെങ്കിൽ കാര്യാപകടമാണ്. ഞാൻ എന്ത് വേണമെന്ന് പറയും. ആ പെണ്ണിന്റെ കാര്യം ഇനിയും താമസിപ്പിക്കരുത്. വേണ്ടി വന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആരും അന്വേഷിക്കില്ല. നിനക്ക് ഞാനുണ്ടാവും. ഓ ആ വാസു, ആ അമ്പലത്തിനടുത്തുള്ള പാടം നികത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ കുറച്ച് ആളുകളെ സംഘടിപ്പിക്ക്. എനിക്ക് അവിടെ ഒരു ഫാക്ടറി കെട്ടണം. ശരി. എനിക്കിപ്പോ വിവാഹത്തിന് തിരക്കൊന്നുമില്ല അച്ഛാ. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. പക്ഷേ വിവാഹം എനിക്കല്ലേ. നിയമം പഠിക്കാൻ അയച്ചത് അച്ഛനെ വെക്കാനാണോ? അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ വിവാഹം വേണ്ട. എന്ത് പറഞ്ഞത്? ഈ വിവാഹം നടത്താമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നേക്കണം പാട്ടി. ഓഹോ, നേതാവിനുമുണ്ടോടാ അവകാശം? റാസ്കൽ, ഞാൻ ആരാണെന്നതിന് മുമ്പ് നിനക്കറിയാമല്ലോ.